നോമ്പ് കഞ്ഞിയില് വിഷം ചേർത്ത് വല്യുമ്മയെ കൊന്നു. കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ്. മണ്ണാർക്കാട്ട് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ജഡ്ജ് ജോമോൻ ജോണാണ് ഇന്ന് ആ വിധി പ്രസ്താവിച്ചത്. 2016 ജൂൺ 23 ഈ സംഭവം നടന്നത്. കൊല്ലപ്പെട്ട നബീസയുടെ കൊച്ചുമകനാണ്, ചെറുമകനാണ് ബഷീർ. ബഷീറും ഭാര്യയും ഫസിലയും അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വല്യമ്മ അല്ലെങ്കിൽ ഫസീലയ്ക്കെതിരായി വല്യമ്മ ആരോപണം പറഞ്ഞു. ഫസീല കള്ളിയാണ്. ആ കുട്ടി ഇവരുടെ ആഭരണങ്ങൾ എടുത്തിരുന്നു. പിന്നെ അവര് വേറൊരാളുടെ ആഭരണങ്ങൾ ഇവള് മോഷ്ടിച്ചിട്ട് അത് പിന്നെ പിടിക്കപ്പെട്ടു. അന്നേരം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇവളെപ്പറ്റി അവിഖ്യാതി പറഞ്ഞെന്നാണ് ഫസിലയുടെ വൈരാഗ്യത്തിന് കാരണം. കാരണം അത് അവർക്ക് വലിയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കി. അത് നബീസ കള്ളം പറഞ്ഞു വരുത്തിയതാണ്. യഥാർത്ഥത്തിൽ അത് സംഭവം ശരിയാണ്. പക്ഷെ പറഞ്ഞ കാര്യം അവർക്ക് നാണക്കേടുണ്ടാക്കി. അങ്ങനെ ആ വൈരാഗ്യം അതിൽ നിന്ന് അവർ മാറിയില്ല. ആ നബീസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന 71 വയസ്സുകാരിയാണ്. പലരോടും ഇത് പറഞ്ഞു. അതുകൊണ്ട് അവരത് നിർത്തുന്നുമില്ല. അവരെ കൊലപ്പെടുത്തണമെന്ന് ഫസീലയ്ക്ക് തോന്നി. എന്നാൽ ഇത് നിൽക്കുള്ളൂ. അങ്ങനെ ഭർത്താവുമായിട്ട് ചേർന്ന് ഇവര് മണ്ണാർക്കാട്ട് അവര് സാധനം വാങ്ങാൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരും അതറിഞ്ഞ് അവരെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നോയമ്പ് തുറക്കേണ്ടതാണ്, വല്യമ്മ വരണം. അങ്ങനെ ഇവരെ വിളിച്ചുകൊണ്ട് ഇവരുടെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നോമ്പ് തുറക്കുന്ന കഞ്ഞി കൊടുത്തു. കഞ്ഞിക്കകത്ത് വിഷം ചേർത്തു. അത് അവർ കുടിക്കാൻ വിഷമിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് ബലമായിട്ട് ഡെസ്പാൻ എന്ന വിഷം ഇവരെ വായിൽ ഒഴിച്ചു കൊടുത്തെന്നുള്ളതാണ്. അവര് പിന്നീട് മരണമടഞ്ഞു. അത് അവര് വിഷം കുടിച്ചിട്ടാണ് മരിച്ചതെന്ന് ഇവര് പറഞ്ഞു. അങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് അവർ എഴുതി വച്ചിട്ടുണ്ട്. അത് കണ്ടെടുത്തെങ്കിലും അത് പൊരുത്തപ്പെടുന്നില്ല. അത് ഇവര് തന്നെ എഴുതി ഉണ്ടാക്കിയതാണത്. അങ്ങനെ പ്രോസിക്യൂഷൻ അത് തെളിയിക്കുകയും ചെയ്തു. ഈ ഡെസ്പാൻ എന്നുള്ള വിഷമാണ് ഇവരുടെ വയറ്റിൽ ചെന്നത്. ആ വിഷം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കെമിക്കൽ സാമ്പിളിൽ നിന്ന് ഇത് ഡെസ്പാൻ വിഷമാണെന്ന് കണ്ടെത്തി. ആ വിഷം പോലീസിന്റെ അന്വേഷണത്തില് ആ ബഷീറിന്റെ വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് വലിയ ക്ലിഞ്ചിങ് എവിഡൻസ് ആണ്. അതോടൊപ്പം തന്നെ സൂയിസൈഡ് നോട്ട് ഈ വല്യമ്മ 71 വയസ്സുള്ളവർ എഴുതി വെച്ചെന്ന് പറയുന്നത് അത് അവരെ കയ്യേഷലുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അത് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. ഏതായാലും 9 വർഷവും കഴിഞ്ഞ ശേഷമാണ് 1 വർഷം ട്രയൽ നടന്നു. ഏകദേശം 35ഓളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട്ട് ജസ്റ്റിസ് ജോമോൻ ജോണിന്റെ വിധിയാണ് വന്നത്. ഇവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ശിക്ഷ ഫൗണ്ട് ഗിൽറ്റി ആയി കഴിഞ്ഞപ്പോൾ അവരുടെ വക്കീല് വാദിച്ചത്, ഇവർ രണ്ടുപേരും ജയിലിലായാല് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അവർക്ക് കൊച്ചുമോനാണ്, നോക്കാൻ ആളില്ല. അതുകൊണ്ട് വധശിക്ഷ നടപ്പാക്കരുത്. ഇവർ ചെറുപ്പക്കാരാണ്, ഇവർക്ക് ഇനിയും അവർക്ക് ജീവിക്കാനുള്ള വർഷങ്ങളുണ്ട്, അവരെ റിഫോർമേറ്റ് ചെയ്യാം, അവർക്ക് ദുഃഖമുണ്ട്, അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സമയമുണ്ട്, ആ കൊച്ചിന് അപ്പനും അമ്മയും ഉണ്ടാവും. അതുകൊണ്ട് വധശിക്ഷയെന്ന് ഒഴിവാക്കണം. അതുപോലെ ശിക്ഷാ വിധി കുറയ്ക്കണം. കാരണം രണ്ടുപേരും വളരെ ചെറുപ്പമാണ്. ഇനി അത് തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാൻ ധാരാളം സമയമുണ്ട്. ആ കൊച്ചിനെയും വളർത്തണം. ആ വാദഗതി കോടതി അംഗീകരിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ ഫൗണ്ട് ഗിൽറ്റി കഴിഞ്ഞപ്പം കോടതിയുടെ വിധി വന്നു. രണ്ടുപേർക്കും ജീവപര്യന്തം ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുത്തു. അതുപോലെ
313 സ്റ്റേറ്റ്മെന്റ് 313 സ്റ്റേറ്റ്മെന്റ് ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതി നിരത്തി കഴിഞ്ഞപ്പോൾ ആ തെളിവുകൾക്കെല്ലാം വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവരെ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പം അവർ കുറ്റം നിഷേധിച്ചു, പറഞ്ഞു ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ഇവർ ആത്മഹത്യ ചെയ്തതാണ്. ആ ആത്മഹത്യാ വാദത്തിൽ ഇവർ ഉറച്ചു നിന്നു. പക്ഷെ അതിനെതിരായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പോലീസിന്റെ അന്വേഷണം മികവുറ്റതായിരുന്നു. കാരണം ആ വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന്, അവരുടെ ബെഡിൽ നിന്ന് എടുത്ത ഷീറ്റ്, ആ തലയണ കവർ, അതെല്ലാം പോലീസ് പരിശോധിച്ചപ്പം അതിൽ ഇവരുടെ മുടി, വല്യമ്മയുടെ മുടി വീണിട്ടുണ്ടായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പിന്നീട് ഇവരുടെ തന്നെ മുടിയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഫോറൻസിക് സയൻസിലെ അത് പരിശോധന നടത്തിയപ്പം വല്യമ്മയുടെ മുടി തന്നെയാണ് കൊച്ചുമകന്റെ വാടക വീട്ടിൽ അവർ വന്നിരിക്കുന്നു. അതിൽ കുറച്ചുകൂടെ സുപ്രധാനമായ തെളിവുകൾ, ആ വീട്ടിലെ ഡസ്റ്റ്പാൻ എടുത്തു. അത് ആ വീട്ടിൽ തന്നെയുള്ള ഒരു വിഷാംശം ആണ്. മറ്റൊരു കാര്യം, ഇവർ മണ്ണാർക്കാട്ട് വന്ന് ചില സാധനങ്ങളൊക്കെ പെരുന്നാളായതുകൊണ്ടൊക്കെ വാങ്ങിച്ചു. ആ സാധനവുമായിട്ടാണ് ഈ വാടക വീട്ടിൽ, കൊച്ചുമകന്റെ ബഷീറിന്റെ വാടക വീട്ടിൽ എത്തിയത്. അവിടെ ആ സാധനങ്ങൾ പിന്നീട് ഇവരുടെ മരണശേഷം പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പൊ അവരുടെ വാദഗതി, ഡിഫൻസിന്റെ വാദഗതി പ്രോസിക്യൂഷൻ പൊളിച്ചു കളഞ്ഞു. കാരണം അവരെ ബലമായിട്ട് കൊണ്ടുവന്നതാണ്. രണ്ടാമത് ഭക്ഷണത്തിൽ കൊടുക്കാതെ അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടിയ അല്ലെങ്കിൽ കഴിക്കാതെ വന്നപ്പം ആ വായിക്കകത്തോട്ട് ബലമായിട്ട് ഡസ്റ്റ്ബാൻ ഒഴിച്ചു കൊടുത്തു എന്നും പോലീസ് കണ്ടെത്തി. അത് കോടതിയിലെ തെളിവായിട്ട് വന്നു. കാരണം ഡോക്ടറെ ചെയ്തപ്പം അത് വായിലോട്ട് പിടിച്ച് ബലമായിട്ട് ഒഴിച്ച് നേരെ അന്നനാളത്തിലേക്ക് പോയി. അവര് ആഹാരത്തിലൂടെ കഴിച്ചിരുന്നെങ്കിൽ അത് വായിക്കകത്തുനിന്നും അണ്ണാക്കിലും അതുപോലെ ആ ഉദരത്തിൽ ചെല്ലുന്നതൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകും. ബലമായിട്ട് കുപ്പിക്കകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പോലെ വാ പിടിച്ച് അതിനകത്ത് ഒഴിച്ചങ്ങ് കൊടുത്തു എന്നും ഡോക്ടർ സംശയിക്കുന്നതായി മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പം പ്രോസിക്യൂഷൻ എവിഡൻസ് ഇവർക്ക് അതിശക്തമായിരുന്നു. അതുകൊണ്ട് പ്രതിവാദത്തിന്റെ വാദഗതികളൊന്നും വിലപ്പോയില്ല. കോടതി ഇതെല്ലാം പരിഗണിച്ചു. അതുപോലെ എവിഡൻസ് ഇവർക്ക് രണ്ടുപേർക്കും എതിരായിരുന്നു. അത് തന്നെയല്ല, അവര് മോട്ടീവ് ഉണ്ട് ഇവർക്ക്, സാഹചര്യത്തിലും ഉണ്ടെങ്കിലും ഇവരുടെ മോട്ടീവ് ഇവരെ പറ്റി കള്ളക്കഥകൾ സൃഷ്ടിച്ച് അങ്ങനെ പ്രചരിപ്പിച്ചു എന്നാണ് ഫസീലയുടെ ആരോപണം. തൻ്റെ വല്യമ്മയാണെങ്കിലും, ഭർത്താവിൻ്റെ വല്യമ്മയാണെങ്കിലും നബീസ പല ആൾക്കാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും ചുറ്റുവട്ടത്തുള്ളവരുടെ അടുത്തൊക്കെ ഇവള് കള്ളിയാണ്, സ്വർണം പൊട്ടിക്കുന്നത് പ്രചരിപ്പിച്ചെന്നും അതുകൊണ്ടാണ് തൊട്ടടുത്ത് അവർ വാടകയ്ക്ക് മാറി താമസിച്ചെന്ന് തോന്നുന്നു. ഏതായാലും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഇത്. അത് നോമ്പ് കഞ്ചിയിൽ അവര് ഡസ്ബാൻ എന്ന വിഷം ചേർത്ത് കൊടുത്തു. അത് മുഴുവൻ കഴിക്കാതെ വന്നപ്പം ബലം പ്രയോഗിച്ച് വായിക്കകത്ത് ഒഴിച്ചു കൊടുത്തു. എന്തായാലും ഈ വിധി എല്ലാവർക്കും ഒരു പാഠമാണ്. കൂടത്തായി കേസിനകത്ത് നമുക്കറിയാം 6 പേരെ കൊന്നത് ഇതുപോലെ പൊട്ടാസ്യം സയനൈഡ് ചേർത്ത് ഭക്ഷണത്തിൽ കൊടുക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ട്രെൻഡ് പല സ്ഥലത്തും കാണുന്നുണ്ട്. പാലക്കാട് ഇതിനു മുമ്പ് 1-2 സ്ഥലത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൽ കൂടെ വിഷം കലർത്തി കൊടുക്കുന്ന സംഭവങ്ങൾ പല സ്ത്രീകളും കേരളത്തിലെ റിപ്പോർട്ട് ചെയ്ത പല കേസിനകത്തും സ്ത്രീകളാണ് അത് കൊടുക്കുന്നത്. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന അവരാണ്. അതിനകത്ത് ചേർത്ത് കൊടുത്ത, രഹസ്യമായിട്ട് ചേർത്ത് കൊടുത്താലേ ആരും അറിയില്ല എന്നാണ് ഇവരുടെ ധാരണ. ശാസ്ത്രീയമായ തെളിവാണ് ഈ കേസിനകത്ത് മുന്നോക്കം നിൽക്കുന്നത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, കണക്റ്റിംഗ് എവിഡൻസ് ധാരാളം ഈ വാടക വീട്ടിൽ നിന്ന് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുക്കുകയും ചെയ്തു. ഏതായാലും ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും ആ കേസിന്റെ കുറ്റച്ചാർജ് കോടതി കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. നല്ലൊരു ഡിറ്റക്ഷൻ ആയിരുന്നു ഈ കേസ്. ഏതായാലും കോടതി നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്തു.